ഇത് നെയ്മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കറിവേപ്പില. വെളിച്ചെണ്ണയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക കേട്ടോ. മൊരിയൊന്നും വേണ്ട. ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണേ. അതായത് ആ പച്ചമണം ഒന്ന് മാറി വരണം. അതാണ് അതിൻ്റെ കണക്ക്. ഈ മല്ലിപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലൊക്കെ ഇട്ട് വരുമ്പോൾ ആ ചാറിന് നല്ല ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ നമ്മളതിലേക്ക് മാങ്ങ കഷ്ണം ഇട്ടൊന്ന് വഴറ്റി, പിന്നെ അതിലേക്ക് 2ാം പാൽ കുറച്ച് ചേർത്ത് നന്നായി തിളച്ച് വരണം കേട്ടോ. നന്നായി തിളച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങ കഷ്ണങ്ങളിലെ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി ചാറിൽ വരണം. അതിന് ശേഷം നെയ്മീൻ്റെ പീസസ് ഇടുക. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ വെന്തും പെട്ടെന്ന് വേവും നെയ്മീനൊക്കെ. വെന്ത് കഴിയുമ്പോൾ സിമ്മിലാക്കിയിട്ട് തെമ്പാലൊഴിക്കുക, തലപ്പാലെന്നൊക്കെ പറയും കേട്ടോ, അതൊഴിക്കുക. അതിന് ശേഷം നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ നെയ്മീൻ കറി. ഓ, തേങ്ങാപ്പാലൊഴിച്ച് വയ്ക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഇതായിരുന്നു, എന്താ പറയുക അതിനെ, ബീൻസും അതുപോലെ മുളപ്പിച്ച ചെറുപയറും കൂടിയിട്ട് ഒരു തോരൻ വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ സവോളയും മുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വരണേ. നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചെറുതായി അരിഞ്ഞ് ബീൻസ് ഇട്ട് നന്നായി മിക്സാക്കി വേവിച്ചെടുക്കുക. നമ്മൾ വെന്ത് ഏകദേശം ഇറക്കണതിന് തൊട്ട് മുമ്പായിട്ടാണ് മുളപ്പിച്ച ചെറുപയർ ചേർക്കണല്ലോ കേട്ടോ. കാരണം അതധികം വെന്ത ഗുണം പോലോ, അത് കാരണം അധികം വേവിക്കണ്ട. അപ്പം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ബീൻസ് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളപ്പിച്ച പയർ വെച്ചിട്ടുണ്ട്. മുളപ്പിച്ച പയർ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ തോരൻ റെഡിയാവും. ലാസ്റ്റ് നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് മിക്സാക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ഈ തോരൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കാരണം മുളപ്പിച്ച ചെറുപയർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇത് ഇഷ്ടപ്പെടും. മാത്രമല്ല ഇത് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. മുളപ്പിച്ച ചെറുപയറൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. കുക്ക് ചെയ്യുന്നത് അത്ര നല്ലതല്ല, അതാണ് ലാസ്റ്റ് ഇട്ടത്. അപ്പം നമ്മൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.